ഹലോ ഗൈസ്, ഇന്ന് നമ്മളുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്വന്തം രാമേട്ടൻ്റെ കൂടെ നമ്മൾ രാമേട്ടൻ്റെ കൂടെ ഉണ്ടുള്ളത്. ഇന്ന് എന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കിക്കോളിയാ. ഇതാണ് നമ്മളുടെ പ്രകൃതി രമണീയമായ മഡൂർ വില്ലേജ്. ഇതാണ് മഡൂർ. ഇവിടെ ഒരു അടിപൊളി പാലുണ്ട്, അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് എന്താണെന്നറിയോ, നമ്മൾ ചാണകം വാങ്ങാൻ. ഉമ്മച്ചിക്ക് കുറച്ച് ചാണകം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിന്? ഉമ്മച്ചിൻ്റെ കൃഷി ഉണ്ടല്ലോ, ഉമ്മച്ചിൻ്റെ എസ്റ്റേറ്റിൽ ഉമ്മച്ചിൻ്റെ കവുങ്ങിനും തെങ്ങിനും ഒരുപാട് കൃഷികളും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചാണകം വാങ്ങാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ചാണകം നമ്മൾ കൊട്ടയിലാക്കുന്നു, ചാക്കിലിടുന്നു അല്ലേ. എന്നിട്ട് അബ്ബാസ് ഖാനെ വിളിക്കുന്നു. ഇതൊക്കെ രാമേട്ടൻ്റെ സ്ഥലമാണ്. ഇതൊക്കെ രാമേട്ടൻ്റെ സ്ഥലമല്ലേ രാമേട്ടാ? ദായത്തോടിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ രാമേട്ടൻ്റെ സ്ഥലം. എന്ത് രസമാണ് നമുക്ക് സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഫുട്ബോളൊക്കെ കളിക്കുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇപ്പോഴും കളിക്കലുണ്ട്. ഇതാ അപ്പോൾ പറഞ്ഞിട്ട് വന്നിട്ടു ഇനി നേരെ നമ്മൾ എന്താക്കുന്നത്. യോ ബ്രോ, ഇതാ അവിടെ നമ്മൾ മുത്തോണി. ഇനി എപ്പോഴാ വന്നേ? എൻ്റെ പേര് ഞാൻ മറന്നു. പേര് പറയും. ദേവക്. നമ്മളന്ന് മീൻ പിടിച്ചത് എനിക്ക് ഓർമ്മ ഉണ്ടോ അല്ലേ? ഇപ്പൊ മീൻ പിടുത്തൊന്നുമില്ല ഉണ്ടല്ലേ? അപ്പോൾ നമ്മൾ പിന്നെ ഇത് രാമേട്ടൻ്റെ പേരക്കുട്ടിയല്ലേ? ഇത് രാമേട്ടൻ്റെ പേരക്കുട്ടി ദേവകിനെയൊക്കെ കണ്ട്. നീ വീഡിയോ ഒക്കെ കാണല്ലോ മൊത്തേ. ഇപ്പൊ സ്കൂള് പൂട്ടിയെ കൊണ്ട് ഇനി ഫുൾ പൊള്ളിയായിരിക്കും അല്ലേ? യെസ്. നീ എപ്പോഴാ വന്നേ? ഓൻ വിഷുവിന് വന്നതാണ്. അപ്പോൾ നമ്മളിനി പോകുന്നു, ചാണകം എടുക്കുന്നു, വണ്ടിയിൽ കയറ്റുന്നു, പിന്നെ ചാക്കിലാക്കുന്നു. അങ്ങനെയുള്ള പരിപാടികളാണ്. ഇവിടെ തോടൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. തോടൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൽ നമുക്ക് പാലല്ല എന്നുള്ള ഒരൊറ്റ പ്രശ്നം മാത്രമേ നമുക്കുള്ളൂ. അടിപൊളി സ്ഥലമാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ആകാശമൊക്കെ നോക്കി ഏതാ ഒരു ഭംഗിന്ന്. ഇവിടെ തോട് അടിപൊളിയാക്കി എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? തോടിൻ്റെ രണ്ട് സൈഡും അതെന്താ രാമേട്ടാ വിരിച്ചിരിക്കുന്നേ? അതെന്താ വിരിച്ചത്? ചാക്കല്ല വിരിച്ചിരിക്കുന്നത്, കയർനെറ്റ് അല്ലേ? അതെന്താ മണ്ണ് ഒലിച്ചു കൊണ്ടിരിക്കാനാ? ഇതാണ്ട് അവിടെ കയർനെറ്റൊക്കെ ഇട്ടിട്ട് ഫുള്ള് അടിപൊളി തോടൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി വെള്ളം വന്നിട്ടുണ്ടെങ്കിലൊക്കെ നല്ല സൂപ്പറാകും. കണ്ടോ, ഇതിലൊക്കെ നമ്മൾ ഒരുപാട് നല്ല വെള്ളമുള്ളപ്പോൾ ചാടി മറിഞ്ഞ് കുളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ എന്താക്കാം, ചാണകം എടുക്കുക, വണ്ടിയിൽ കയറ്റുന്നു, ചാക്കിൽ നിറക്കുന്നു. അതാണ് നമ്മളെ പരിപാടി ഇന്നത്തെ. ഓക്കെ, നമുക്ക് അടിപൊളി റോഡെല്ലാം അങ്ങോട്ട് കോൺക്രീറ്റ് ഇട്ടേ. പക്ഷെ അവിടുന്ന് പാലം കിടക്കണമെങ്കിൽ ഒരു പോസ്റ്റും കാലും കൂടെ പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇതാണ് രാമേട്ടൻ്റെ വീട്. നമുക്ക് മാവുമ്മൽ നിറച്ച് മാങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ട്. കണ്ടോ ഗൈസ്, ഇതുണ്ടോ നിറച്ച് മാങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ട്. നമുക്ക് യെസ്, നമ്മളുടെ കയ്യെത്തും ദൂരത്താണ് ഇതെന്ത് മാങ്ങയാ? എന്ത് മാവാ? കോമാങ്ങയാ? ഉണ്ടോ? ഇത് കോമാങ്ങ ഉണ്ട്. കോമാങ്ങ കണ്ടോ? ഉണ്ടോ? കോമാങ്ങ നിറച്ചുണ്ടായിട്ടുണ്ട്. ഇത് പഴുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടാവും പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ നിന്നാണ് നമ്മൾ ചാണകം സഞ്ചിയിലാക്കുക. ഓക്കെ, സഞ്ചിയൊക്കെ ഇവിടെ റെഡി ഉണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ചാണകം ഇതാണ്. അല്ല രാമേട്ടാ, ഇത് ചാണക കുഴിയാ? ഇതിലേക്ക് ചവിട്ടി കഴിഞ്ഞാൽ നമ്മൾ താഴ്ന്നു പോവോ? എത്ര താഴോ? അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ ചാണകക്കുഴി. നമ്മളുടെ ചാണകം കണ്ടില്ലേ? ഇതൊക്കെ രാമേട്ടൻ്റെ കോഴി മക്കളാണ്. കുക്കുടുമണികളെ, എന്താണ് കുക്കുടുമണികളെ? കോഴിക്കള് ഒക്കെ രാമേട്ടൻ്റെ. ഇതാ ഇത് പേരക്കമരം. പേരക്കൊന്നും ഇല്ലല്ലോടാ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ കായ്ക്കുന്നുള്ളൂ. ഇത് രാമേട്ടൻ്റെ വാഴത്തൈ. ഇതെവിടെ നമ്മളുടെ മറ്റേ ഇത് നമ്മൾ വടുക ഉണ്ടാക്കുന്ന സാധനമല്ലേ? ഇതൊന്നും എന്താ നിങ്ങൾ പറിക്കാതെ? നിങ്ങൾ ഉണ്ടാക്കലുണ്ടോ? ആണോ? ഏത്? അത് ഞാവലയുണ്ടോ? അത് ഞാവല്. ഇതാണ്ട് ഇത് വടുക. ഇതറിയോ വടുക? നല്ല ടേസ്റ്റ്. ഞാനിത് കുറേ കാലമായി കണ്ടിട്ട്. ഉമ്മച്ചൊക്കെ പണ്ട് ഉണ്ടാക്കലുണ്ടായിരുന്നു. ഇപ്പൊ സാധനം കിട്ടാനില്ലല്ലോ. ഉണ്ടല്ലേ? ഇതാണ്ടോ വടുക. ഇതാണ് വടുക ഉണ്ടാക്കുന്ന സാധനം. വടുക തന്നെയല്ല ഇതിന് പറയാ? വടുക ഉണ്ടാക്കുന്ന ഒരു സൈസ് കായാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് അവിടെ പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്നത്തെ നമ്മളുടെ ക്യാമറമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മറന്നു പേര്, ദേവക്. നീ എത്രയല്ല പഠിക്കുന്നത്? ഇനി 5ല്. ഏത് സ്കൂളിലാ? തൃക്കൈപ്പറ്റ സ്കൂളിലാണ്. അപ്പോൾ ഞാനും രാമേട്ടനും കൂടി ഇവിടെ ചാണകം ബക്കറ്റിൽ എന്തെന്ന് പറയുക, കൊട്ടയിലാക്കാം കേട്ടോ. അവിടെ ബമ്പിളിമൂസിൻ്റെ മരമൊക്കെ ഉണ്ടല്ലേ? രണ്ടത് ബമ്പിളിമൂസിൻ്റെ മരം കേട്ടോ. കണ്ടോ സംഭവം സെറ്റ്. അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ കൊട്ടയിലേക്ക് ആക്കുന്നു. ഞാൻ സഞ്ചി പിടിച്ചു കൊടുക്കും. അപ്പോൾ രാമേട്ടൻ എന്താക്കും, ചാണകം എടുത്ത് ബക്കറ്റിൽ. ഇന്നലെ മുത്തേ പിടിക്കണം.
അപ്പോൾ ഞങ്ങളുടെ ക്യാമറമാൻ ദേവഗൺ ഗൈസ് കാണുന്നുണ്ടല്ലേ? അപ്പോൾ ഞങ്ങൾ ഒരു കൊട്ട ഇട്ടിരിക്കുകയാണ് ഗൈസ്. യോ ഗൈസ്, ഈ രാമേട്ടനാട്ടോ പണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ചൂണ്ടയൊക്കെ കെട്ടിത്തന്ന ഞങ്ങളുടെ സ്വന്തം രാമേട്ടനാണിത്. അന്ന് കുറച്ച് മീൻ കിട്ടിയില്ലേ നമുക്ക്? ചെറിയ വാളേനെ കിട്ടിയില്ലാന്ന്? ചെറിയ വാളേനെയൊക്കെ അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെന്താ ദേവക, എന്താ വിശേഷം? വെക്കേഷൻ ആയിട്ട് എന്താ പരിപാടി? ഇവിടെ വന്നിട്ട് ഇങ്ങനെ കറങ്ങി നടക്കല്ലേ? ഇവിടെ വന്നിട്ട് എന്താ പരിപാടി? എന്താ പിടിക്കുക, കുളിക്കുക, ഫുഡ് അടിക്കുക, വെള്ളത്തിൽ ചാടാ. പക്ഷെ വെള്ളം കുറവല്ലേ തോട്ടില്? ആ വെള്ളത്തിൽ ആ കുഴിയില്ലേ ചാടുന്ന കുഴിയില്ലേ, അതില് ചാടല്ലേ? ഇനി ഉച്ചാട്ടെ. അപ്പോൾ നമ്മൾ 3 കൊട്ട ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കൊട്ട ഇട്ട് കഴിഞ്ഞിട്ട് വണ്ടിയിലൊക്കെ കയറ്റിയിട്ട് നമ്മൾ ബാക്കി കാണിച്ചു തരട്ടോ. അപ്പോൾ സെറ്റ് ഇതാണ് ഞങ്ങളുടെ വില്ലേജ്. ഇല്ല രാമേട്ട, നമ്മളുടെ സ്വർഗ്ഗമാണിത്. ഇങ്ങനത്തെ ഒരു സുഖം നമ്മൾ എവിടെ പോയാലും കിട്ടൂല കേട്ടോ. ഫുള്ള് നോക്ക്, ഫുള്ള് പച്ചപ്പും ഹരിതാപവും കോഴി മക്കളും കോഴിയും ഒക്കെ ആയിട്ട് നൈസ്. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞിട്ട് നമ്മളെ നാട്ടിലൊക്കെ അന്യം നിന്ന് പോകുന്ന ഒരു സാധനമായിട്ട് കാണിക്കാൻ വന്ന് ഇങ്ങോട്ട് നോക്ക്. ഇതാ ഇത് കണ്ടോ, ഇത് കച്ചി. ഇത് നമ്മൾ വീട് മേയാനും പശുവിന് കൊടുക്കാനൊക്കെ എടുക്കൂല രാമേട്ടാ? ഇപ്പൊ ഇങ്ങനെയൊന്നും നമ്മളെ നാട്ടിൽ വയലുകൾ പോലും കൃഷി പോലും കുറഞ്ഞ രാമേട്ടാ. ഇപ്പൊ ഞാൻ ബത്തേരിന്ന് വരുമ്പോണ്ട് ഒരു തമിഴ്നാട് ലോറിയിൽ ഒരു ലോഡ് കച്ചി കൊണ്ടുവരുന്നു. ഇവിടെ വിൽക്കാൻ കൊണ്ടിരുന്നാണ്. ഇതൊക്കെ നമ്മളെ നാട്ടിൽ അന്യം നിന്ന് പോവാ. പണ്ടൊക്കെ നമ്മളെ നാട്ടിൽ എന്തോരം ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ ആരും കൃഷിയും ചെയ്യുന്നില്ലല്ലോ. നെൽകൃഷി പറ്റ നിന്നുപോയി നമ്മളെ നാട്ടിൽ. ഗവൺമെൻറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല, ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. രാമേട്ടനൊക്കെ തന്നെ ഒരു 1.5 കൃഷിക്കാരനാ. രാമേട്ടനൊക്കെ എത്ര കാലം ഈ കൃഷി പരിപാടി തുടങ്ങിയിട്ട്? ഓർമ്മ വെച്ച കാലം മുതലേ രാമേട്ടനൊക്കെ കൃഷിക്കാരാ. ഇങ്ങോട്ട് നോക്ക്, കണ്ടോ സംഭവം അതാണ്. ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നില്ല, നാട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നില്ല, ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളവിടെ 3-4 ചാക്കിൽ നിറച്ച് ഇനി ബാക്കി ഇവിടെ നിറക്കാനുള്ള പരിപാടി. സകൃതകൃതമായ നാട്ടുകാരെ ഞങ്ങളിവിടെ ചാക്കിൽ സാധനങ്ങളൊക്കെ നിറച്ച് ഇവിടെ എല്ലാം സെറ്റ്. നമ്മളെ മുത്തുമണികൾ വേറെ 3 ആൾക്കാർ വന്നിട്ടുണ്ട്. നിന്റെ പേരെന്തായിരുന്നടാ? നിന്റെ പേര് അശ്വജിത്ത്. നിന്റെയോ? വേദിക്ക്. ഇതവണ 4 മുത്തുമണികളാണ്. ഇതായിരുന്നു നമ്മളെ ക്യാമറമാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഇവൻ ക്യാമറമാൻ. എന്താ സ്കൂൾ പൂട്ടിയിട്ട് ഇപ്പോൾ പരിപാടി എന്താണ്? ഇതന്നെ പരിപാടി. തോട്ടിലൊക്കെ ചാടാനൊക്കെ പോവും. തോട്ടിലൊക്കെ ചാടുമ്പോൾ നോക്കി ചാടുകയൊക്കെ വേണം കേട്ടോ. വെള്ളം കുറവല്ലേ, പാമ്പും അതും ഇതൊക്കെ ഉണ്ടാവും. വേറെന്താ പൊളിയാണ്, ഉഷാറാണ്, എൻജോയ് ചെയ്യാണ്. ഓക്കെ സെറ്റ്. ഉണ്ടോ നമ്മളെ മക്കൾ മുത്തുമണികൾ അവിടെ എൻജോയ് ചെയ്യാൻ ലൈഫ്. ഒരു യോ 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 പറഞ്ഞ യോ യോ യോ. ഓക്കെ, രാമേട്ടൻ്റെ പറമ്പില്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ ഇതൊരു പേരക്ക, ഇത് വാഴ, ഇത് വലിയൊരു പേരക്ക മരം, അത് ഞാവൽ മരം, കവുങ്ങ്, തെങ്ങ്, ഇങ്ങനെ വന്നിട്ടുണ്ട്. അവിടെ പൈനാപ്പിളൊക്കെ ഉണ്ട് കേട്ടോ. അഞ്ചരങ്ങോട്ട് ഇത് പൈനാപ്പിൾ അടിപൊളിയല്ലേ? ഇങ്ങോട്ട് ഇവിടെ പൈനാപ്പിൾ ഉണ്ട്. എല്ലാം നമ്മളെ ഉമ്മച്ചിൻ്റെ നമ്മളെ പറമ്പിലും ഉണ്ട് കേട്ടോ. ഉമ്മച്ചി എല്ലാം നട്ടുണ്ടാക്കി. ഇത് കൂവയോ ഏലക്കായാണ് തോന്നുന്നു. ഏലക്കായ കൂവ ഉണ്ടാകുന്നത്. പിന്നെ അത് അവിടെ ഒരു മാവ്, അതിന്മേൽ മാങ്ങുണ്ട്, അപ്പുറത്ത് പേരക്ക ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ കോഴിക്കോട് അടിപൊളി. ഇവിടെ ഇഞ്ചി നട്ടിട്ടുണ്ട് രാമേട്ടൻ, കണ്ടോ നൈസല്ല. ഇത് മാങ്ങ, ഇപ്പം ഏതോ തൂങ്ങിക്കിടക്കുന്നതാണ്. എന്താ ഭംഗി ഒരു മാങ്ങ. യെസ്, സൂപ്പർ മാങ്ങ. അപ്പോൾ നമ്മൾ ഇപ്പോൾ അബ്ബാസ്ക്ക കുറച്ച് കഴിയുമ്പോഴാണ് വരാമെന്ന് പറഞ്ഞേ. അപ്പോൾ നമ്മളെന്താക്കുകയാണ്, ഇവിടുന്ന് സാധനങ്ങളൊക്കെ അങ്ങോട്ട് അടുപ്പിക്കാം. ഈ കയ്യിന് വേദന, ഈ കയ്യിനും ബൈക്കുമ്പോൾ വീട് സീനാണ്. 2 കൈമേലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങോട്ട് അടുപ്പിക്കാം. മുറ്റത്തേക്ക് ചാണകക്കുഴിയിൽ നിന്ന് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മരമുള്ളത് കൊണ്ട് ഉണങ്ങാത്ത. ഇതാണ് കേട്ടോ നമ്മളുടെ രാമേട്ടന്. അങ്ങോട്ടൊക്കെ ഇതാണ്ടോ രാമേട്ടന്. ഇതാണ് നമ്മളെ രാമേട്ടന്. 67 വയസ്സുണ്ട് കേട്ടോ. ആൾ നല്ല ഉഷാറാണ്. ദൈവം രാമേട്ടന് നല്ല ആരോഗ്യവും ആയുസ്സും എല്ലാം സമ്പത്തും എല്ലാം കൊടുക്കട്ടെ, ബർക്കത്തൊക്കെ കൊടുക്കട്ടെ. രാമേട്ടൻ്റെ അടുത്ത് ചാണകം വാങ്ങാൻ നമ്മൾ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയാനുണ്ടോ? ഞാൻ എൻ്റെ കയ്യിന് വേദന ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ
എടുക്കാത്തല്ലേ ഞാൻ എടുത്തേനെ. അങ്ങനെ ഗൈസ് ഞങ്ങൾ ചാണകമൊക്കെ വണ്ടിയിൽ കയറ്റി അബ്ബാസ്ക്കാവ് കൊണ്ടുപോയിട്ടുണ്ട് നമ്മളെ എസ്റ്റേറ്റിൽ ഇറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ രാമേട്ടൻ എനിക്ക് മാങ്ങയൊക്കെ തന്നിട്ട് നല്ല സൂപ്പർ മാങ്ങ പിടിക്കണം മൊത്തേ. ഇവിടെ രാമേട്ടൻ്റെ ഇവിടെ ലേശം വടുക അമ്മച്ചി വടുക ഇത് നിങ്ങൾക്ക് അറിയുന്നതാണ് ഗൈസ്. വടുക ഇതാണ് വടുക. ഇത് ഇഷ്ടമുള്ളവർ അതിനെപ്പറ്റി ഒരു കമൻ്റ് ഇടാം, അതിനെപ്പറ്റി ഒരു വീഡിയോ എടുക്കാം. എടാ ഇത് പിടിക്കടാ, വീഡിയോഗ്രാഫർ പിടിച്ച അങ്ങനെ പിടിച്ചാൽ നേരെ പിടിക്കണേ. അല്ല ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വടുക എന്ന് പറയുന്ന സാധനം, ഈ സാധനം ഇതും കൊണ്ട് വടുക പൊരിച്ചത് നല്ല ഹോട്ടലിൽ നിന്ന് കിട്ടലുണ്ട്, പണ്ടൊക്കെ വീട്ടിലുണ്ടാക്കലുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വടുക ഇഷ്ടമുള്ളവരുണ്ടെങ്കിലും ഈ വടുക ഇത് പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ ഇതിൻ്റെ കൂടെ കൂട്ടിയിട്ട് ചെറിയ ഉണ്ടയാക്കിയിട്ടാണ് കേട്ടോ എന്താക്കുക, പിന്നെ ഇത് ഫ്രൈ ആക്കിയത്. നല്ല ടേസ്റ്റ് അല്ലേടാ, അത് നിങ്ങൾ കഴിക്കലുണ്ടേ? വടുക നല്ല അടിപൊളി ടേസ്റ്റ് അല്ലേ? അപ്പോൾ ഈ വടുക എങ്ങനെയാണ് നിങ്ങൾ കഴിക്കാറുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ വടുക ഓക്കെ. ഇതവിടെ മുത്തുമണികൾ എല്ലാവരും ഇതവിടെ നിൽക്കുന്നത്, അവിടെ ക്യാമറമാൻ ഇതാ ഇവിടെ മുത്തുമണികൾ എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ, ഒക്കെ നമ്മളെ കമ്പനിക്കാരാണേ. അപ്പം വടുക ഇഷ്ടമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തോളി. അങ്ങോട്ടൊക്കെ നിറച്ച് വടുക എന്നാണ് ഇനി പറയുക. ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതും പറഞ്ഞോളേ. നൈസല്ലേ? വടുക എന്നല്ലേ പറയുക. എടാ സഞ്ചി ഒന്ന് പിടിച്ചോണ്ടിരാ. ആ മധുരനെല്ലിക്ക അന്ന് വന്നപ്പോ എനിക്ക് തന്നിരുന്നടാ. ആണോ? അമ്മമ്മ വന്നാ ചീത്ത അറിയടാ എന്നെ. നിങ്ങളെ അമ്മമ്മ വന്നു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടുപോയി വന്ന് ചീത്ത അറിയാം. രാമേട്ടാ നിങ്ങൾ ഫ്രീ ആകുമ്പോൾ ഒരു ദിവസം വിളിക്കിട്ടോ, ഞമ്മക്ക് മീൻ പിടിക്കാൻ പോവാ. അടിപൊളി വീഡിയോ എടുക്കാം കേട്ടോ. ആണല്ലേ? ഓക്കെ ആ ഓനൊന്നും പിടിക്കാൻ കൊടുക്കടാ, പിടിച്ചോ കേട്ടോ. അങ്ങോട്ട് നോക്കിയാൽ മതി. ഗൈസ് ഇതാണ് വടുക ഗൈസ്, വടുക. അമ്മമ്മ നിങ്ങളെ പെണ്ണുങ്ങൾ ചീത്തേന്ന് പറയില്ലോ. ആണല്ലേ? പക്ഷെ നല്ല ടേസ്റ്റാ. അപ്പോൾ ഗൈസ് അപ്പോൾ നമുക്ക് വടുക കിട്ടി, സംഭവങ്ങളൊക്കെ കിട്ടി. അപ്പോൾ നമ്മൾ ഇനി നമ്മൾ പറഞ്ഞാൽ മതിട്ടോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇവിടെ വാടാ മുത്ത വാടാ. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈകിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് പറയണോ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഇങ്ങനെ നോട്ടെ.